ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിലെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് ചോറുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ചോറ് വെക്കേണ്ടി വന്നില്ല കേട്ടോ. ആവശ്യത്തിന് ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ചീരയൊക്കെ അരിഞ്ഞ് തേങ്ങയും സവാളയും പച്ചമുളകും ഒക്കെ കൂടെ കടുക് പൊട്ടിച്ചിട്ട് ചീര ഇട്ടു കേട്ടോ. അപ്പോൾ ചീരയുടെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വെള്ളം വറ്റിയില്ലെങ്കിൽ അതൊരുമാതിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ വിട്ട് കിടക്കാനായിട്ടാണ് ഞാൻ നല്ലപോലെ വെള്ളം വറ്റിക്കാനായിട്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടിയിടുകയാണ് കേട്ടോ, വിടർത്തിയിടുകയാണ്. അപ്പോൾ പാത്രങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, സാധാരണ ഒരു വീട്ടിലെ പാത്രമാണ് കേട്ടോ. ഇപ്പോൾ പുതിയതൊന്നും വീഡിയോയ്ക്ക് വേണ്ടി മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചീര ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിലോട്ട് മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ മുട്ട ചേർത്ത് നല്ലപോലെ ചിക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ മുട്ടയും കൂടെ അതിലോട്ട് ചിക്കി വെച്ചപ്പം അത് നല്ലപോലെ ഡ്രൈ ആയി വന്നു കേട്ടോ. നല്ലപോലെ വിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ചീരക്കറി കൂടാണ്ട് ഞാനിന്ന് കറിയായിട്ട് മപ്പാസ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലർ നീളത്തിലരിയും, ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണത്. പിന്നെ സവാള ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് നീളത്തിലരിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു. കുറച്ച് 4-5 വെണ്ടയ്ക്കായും എടുത്തു. കുറച്ച് പച്ചമുളകും എടുത്തു കേട്ടോ. പിന്നെ അതിന് വേണ്ട തേങ്ങയും ചുരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ നല്ല അതിൽ കുറച്ച് കട്ടകളൊക്കെ ആയിട്ട് വീണിട്ടുണ്ട്. എന്നിട്ട് അരയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത്. എന്നിട്ടത് മിക്സിയിലോട്ടിട്ടു. തേങ്ങ നമുക്ക് 2 തവണ പാല് വേണ്ട, 1-ാം പാലും 2-ാം പാലും വേണ്ട കൊണ്ട് തന്നെ ഞാൻ വെള്ളം ചേർക്കാണ്ട് ആദ്യം അരച്ചത് കേട്ടോ. ഇതാണ് 1-ാം പാല്. അത് നല്ല കട്ടക്കിരിക്കും കേട്ടോ, നല്ല കുറുകിയിരിക്കുന്ന പാലാണ്. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് 2-ാം പാലിനും വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചു. സാധാരണ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ഗ്യാസിലുണ്ടാക്കാമെന്ന് ഓർത്ത് വിറക് തീർന്നു പോയായിരുന്നേ. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ കൂടെ ഒന്നിച്ചാട്ടോ ഇട്ടത്. ഞാൻ വേറെ വഴറ്റാനൊന്നും പോയില്ല. എല്ലാം കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാൻ വെച്ചു. അപ്പോൾ നല്ലപോലെ തിളച്ച് വെന്ത് വന്നു കേട്ടോ. അപ്പോൾ തിളച്ച് വെന്ത് വന്ന സാധനം ഞാൻ വെണ്ടയ്ക്ക പരമാവധി ഉടഞ്ഞു പോകാണ്ട്, കാരണം ഇവിടെ വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം വെണ്ടയ്ക്ക പരമാവധി ഉടഞ്ഞു പോകാണ്ട് ഞാൻ തക്കാളി മാത്രം ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. തക്കാളി കടിക്കണം അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തക്കാളി മാത്രം ഇങ്ങനെ പതുക്കനെ ഉടയ്ക്കുമായിരുന്നു. അപ്പോൾ ഉപ്പ് നമ്മൾ വേണമെന്ന് യുവത്തിൽ ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഈ സമയത്ത്. പിന്നെ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഉപ്പിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-ാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. പിന്നെ ഇതിലൊരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ചാൽ ഞാൻ മസാലപ്പൊടി ഇടാൻ മറന്നുപോയി. മസാലപ്പൊടി ഇട്ട് വഴറ്റിയിട്ട് വേണമായിരുന്നു നമ്മളിത് പാലൊഴിക്കാനായിട്ട്. അപ്പോൾ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത്തിരി കറിവേപ്പിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് മസാല മൂപ്പിച്ചെടുത്ത് എന്നിട്ട് അത് 2-ാം പാലിലോട്ട് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഞാൻ ഇട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് അതിൻ്റെ വറവറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് അത് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ പോയിട്ട് പപ്പടവും കൂടെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-ാം പാലിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് നല്ലപോലെ ഉടഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ 1-ാം പാൽ ചേർക്കണം. കാരണം 1-ാം പാലിട്ടാൽ നമുക്ക് അധികം നേരം തിളപ്പിക്കാൻ കൊള്ളില്ല, പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ 1-ാം പാലിട്ട് ഒത്തിരി നേരം തിളപ്പിക്കരുത്. പിന്നെ എനിക്ക് ഇന്നലെ ക്യൂട്ടി പൈ എന്നൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കേക്ക് ഷോപ്പ്, അവർക്ക് ഒത്തിരി ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഗീവ് അവേയുടെ ഒരു വിന്നർ ഞാനാണ്. അങ്ങനെ എനിക്കൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഇതാണ് ആ കേക്ക്. അത്രയും ഞങ്ങൾ കഴിച്ച് തീർത്തു ഇന്നലെ തന്നെ. പിന്നെ ചോറിന് പപ്പടവും മപ്പാസും പിന്നെ ചീരത്തോരനുമാണ് കേട്ടോ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇതിപ്പോൾ വൈകിട്ടായിട്ടോ. ഞങ്ങൾ ചായ വെക്കണം. ഞാൻ ചായ വെക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ചൊഴിക്കാം കേട്ടോ. 1 ഗ്ലാസ് പാലിന് 1/2 ഗ്ലാസ് വെള്ളമോ ഒക്കെ എടുക്കുക. നമ്മൾ പാൽ സൊസൈറ്റിയിൽ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ എനിക്ക് ഏലക്കയുടെ ചുവ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു 2 ഏലക്ക ഇടും. ഇത് എനിക്ക് മാത്രമുള്ള കേട്ടോ. അതിൽ ഞാൻ 2 ഏലക്ക ഇട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടാണ് ഞാൻ പൊടി ഇടുക. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കും. പക്ഷേ ഇവിടെ ഞാൻ നല്ലപോലെ തിളച്ച് വന്നിട്ടാണ് പൊടി ഇടണത്. എൻ്റെ ഇവിടെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മാരീഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടത് നല്ലപോലെ തിളയ്ക്കണ വരെ ഇരുന്നു. പിന്നെ ഈ കപ്പ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലെ കപ്പാണിത്. ഇത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇതിലെടുത്തതാണ് കേട്ടോ. ഞാൻ ഇതിലല്ല സാധാരണ കുടിക്കാറ്. ഞാൻ ചില്ലിൻ്റെ ഗ്ലാസ്സിലാണ് കുടിക്കുന്നത്. പിന്നെ ഞാനൊരു ഇച്ചിരി പഴംപൊരി ഉണ്ടാക്കിയായിരുന്നു. പഴം ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ചായയൊക്കെ കുടിക്കാനായിട്ടിരുന്നപ്പോൾ ഇവിടെ നല്ല സൂപ്പർ മഴ പെയ്യുന്നു.
അവിടെ താമരപ്പൂ ഉണ്ട് കേട്ടോ. കിണറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് താമരപ്പൂ ഉണ്ട്. പൂവായിട്ടില്ല, പൂവാകുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുറകു ഭാഗം. ഇതിങ്ങനെ മരത്തിന് ചുറ്റും ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. 2 മാവും ഒരു തെങ്ങും ഉണ്ട്. ആ 2 മാവിൻ്റെയും കൂടെ ചുറ്റിലായിട്ടും അങ്ങനെ ഇരിക്കാനായിട്ടൊരു സെറ്റപ്പ് പോലെ ഇങ്ങനെ പാറക്കല്ല് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. നിറയെ ചക്കയും ഉണ്ട്. ചക്കയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുക ഇപ്പോൾ പഴുത്തിട്ട്. പിന്നെ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. ഇത് ഇരട്ടക്കണ്ണി മാങ്ങയാണ്. എനിക്കും കണ്ടപ്പോൾ എന്തോ ഒരു ലവ് ഷേപ്പ് പോലെയൊക്കെ തോന്നി. പിന്നെ രാത്രി എന്താ ചേട്ടൻ മന്തി കൊണ്ടുവന്നു. ഞങ്ങൾ മന്തി കഴിച്ചു. നല്ല സൂപ്പർ മന്തിയാണ് കേട്ടോ. ഇവിടെ കുറവലങ്ങാടാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ കുറവലങ്ങാട് ഏത് കടയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.